ഗുരു അല്ലേ? അപ്പം ഒരു അബോധനൊക്കെ ഉണ്ടാകാറുള്ളത് വിചാരിക്കും ഉണ്ടാകും. അപ്പം അതുപോലെ പിന്നെ ഭർത്തൃ ലഗ്നമാണ് കിട്ടുക. ഗുരുവിടെ വരുന്നത് 9-ാം അധിപതിയായിട്ട് അപ്പം അച്ഛന് ഒരു ബന്ധം വരുന്നുണ്ട്. അച്ഛനൊരു പ്രശ്നം വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ എടുക്കാം. അങ്ങനെ 6-8-12 ഭാവം ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് 6-8-12 നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ ഗുരുചന്ദ്രൻ വെക്കുകയാണെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് അതുപോലെ നിങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇതിലെ ലഗ്നം ഏതാണ്, എവിടെയാണ് പ്രശ്നം ഗുരു നോക്കുന്നത്, ഗുരു എത്രാമത്തെ ക്ലാസ്സിലാണ് വെക്കുന്നത് അനുസരിച്ചുള്ള ഓക്കെ. പിന്നെ അതായത് ഗുരുവും ചന്ദ്രനും ചേർന്ന് രണ്ടുപേരും മാസത്തിനെ കൊടുക്കുന്നു. അത് 6-8-12 ഭാവഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ പണത്തിന് വിലയെ സംഭവിക്കാം. എന്തെങ്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പണം കൂടുതൽ കിട്ടുന്ന രീതിയിൽ പണം കൊടുക്കുന്നില്ലാതെ നിൽക്കുക. ഇതിലേക്കുള്ള അബദ്ധത്തിലേക്ക് ചാടുക. അതായത് അപ്പം അതൊക്കെ നിങ്ങൾ കുറച്ച് ജാഗ്രതയായിരിക്കും. ഞാൻ എപ്പോഴും ഗുരുമാർ അല്ലെങ്കിൽ വീടില്ല അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ. പിന്നെ കന്നിലഗ്നം ഇപ്പൊ കന്നിലഗ്നം കന്നിലഗ്നത്തിൽ 10-ല് ഗുരു ഇവിടെ നിൽക്കും. കന്നിലഗ്നം ലഗ്നത്തിലെ 10-ല് വെച്ചാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വിവാഹം കഴിക്കും. കൂടുതൽ വിവാഹം കഴിക്കും. കാരണം ഒരു വിവാഹം കഴിക്കും. അത് എന്തുകൊണ്ട് തിരിഞ്ഞു പോയെങ്കിലും അറിയില്ല. അത് ഇവർക്ക് വിവരത്തിന് വഴി പറയും. എനിക്ക് കാണില്ല. ദൈവം ചന്ദ്രൻ എത്രത്തോളം വിവരത്തിന് കാണില്ല. വരുന്ന ആള് ആരാണ് മറ്റേ ആള് ഒരു തന്നെ ഒഴിഞ്ഞു ഒരു കാര്യം പറയും. എന്തിനാണ് പോയതെന്ന് അറിയില്ല. ഇങ്ങനെ പോകും. എനിക്ക് ഒന്നും നേരെ നടന്ന് കുടുംബമില്ല ഒഴിക്കില്ല. അപ്പോൾ വീണ്ടും പോയി വിവാഹം ചെയ്യും. ഒന്നിൽ കൂടുതൽ വിവാഹം, രണ്ടിൽ കൂടുതൽ വിവാഹം അങ്ങനെയൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ല. 10-ല് ഗുരുവും ചന്ദ്രൻ നിർത്തുന്നു, നല്ലൊരു ഭർത്താവ് നല്ലതായിരിക്കും എന്ന് പറയും. അങ്ങനെയല്ല. ഇതിപ്പോൾ മാരേജിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതിന് വേറെ എന്തെങ്കിലും നല്ലത് രാജ്യമാണോ തിരിച്ചുവാണ് ശനിയാണ് സൂര്യനാണോ എന്നൊക്കെ പറയും. അവരുടെ മേൽ കഴിയില്ല. വരുന്ന പ്രശ്നം ഇതൊക്കെയാണ്. മനസ്സിലാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ മാത്രമേ ഒരു ജാതകം അല്ലെങ്കിൽ ചെയ്യും നല്ല രീതിയിൽ നടത്തി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അത് മാത്രമേ ഒരു മര്യാദയും കിട്ടില്ല. മര്യാദ കിട്ടില്ല. ഒരു മതിപ്പും മര്യാദയും കിട്ടില്ല. ഇവരെ അറിയില്ല. അറിയാതെ ആണ് ഇത് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുപോലെ ഗുരുവിനെ ബാധിക്കും. ഗുരുവിനെ നിസ്സഹായ അവസ്ഥ ഗുരു പാടനായി പോകുന്നു. അതുകൊണ്ട് ഗുരു നല്ല ഗുരു പാടരാകും. അപ്പോൾ ഗുരുവിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രാഹുവിന്റെ കൺട്രോൾ ആയിപ്പോയി. ഈശ്വരൻ എല്ലാവരും പറയുന്നത് രാഹുവും ഗുരുവും ചേർന്നുള്ള രാഹുവാണ് അവിടെ സൈലന്റായത്. ഗുരുവിനെ കൊണ്ട് രാഹുവിനെ എന്താ പറയുക ഒരു വിലയില്ലാന്നല്ല. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ തിരിച്ചാണ് ചെയ്യേണ്ടത്. ഒരു കുഹമറയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കർമ്മങ്ങളും അത് നീണ്ട വാക്കുകൾ നമുക്കത് രാഹുവിനെ പറ്റി കൂടുതൽ ചെയ്യുന്നതിനും ഗുരു പഠിക്കുമ്പോഴേ അത് മനസ്സിലാവുക. ഓക്കെ. അതാണ് ഈ ഗുരു സഞ്ചാര യോഗം എന്നൊക്കെ പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇവിടെയാണ് കൊടുക്കാൻ നോക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഗുരു അതേപോലെ മറ്റുള്ള ജാതകത്തിലും മറ്റു ജാതകത്തിലും ഇതുപോലെയാണെങ്കിൽ ശ്രദ്ധിക്കണം. 2ഉം 7ഉം എല്ലാവരും നോക്കണം. അങ്ങനെ നോക്കിയ ശേഷം മാത്രമേ യോഗം ജാതകം നോക്കാൻ കൊടുക്കാൻ നോക്കാൻ പാടില്ല. അല്ലെങ്കിലാണ് പ്രശ്നം. കാരണം ഇവർക്ക് വിവാഹം നടക്കുന്നത് 40 വയസ്സായാലും വിവാഹം നടക്കില്ല. ചില പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ ദോഷമായിട്ടിരിക്കുന്ന യോഗമായിരിക്കും അത് നിങ്ങൾ ആരോഗ്യം കാണിച്ചത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. അതുപോലെ പണം കുട്ടികളാകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് ആഘോഷമുണ്ടാവും. അതിന് വേണ്ടി പണം ചെലവാക്കി തരാതിരിക്കാം. അല്ലെങ്കിൽ രണ്ടുപേരും മാറി മാറി താമസിക്കുന്ന ആൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരവസ്ഥ കിട്ടാറുള്ളത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഗുരു 6-8-12 നാടകം സ്ഥാനത്താകുന്നത് നാടകം
അതൊക്കെയാണ് കുറച്ച് ദിവസങ്ങൾ എല്ലാം ലേറ്റാകും. ഒരു ഔദ്യം വന്ന് എല്ലാ കാര്യങ്ങളും വിളിക്കുന്നത് അതുപോലെ 6, 8, 12 വാടക നല്ലൊരു ഗുരുവിലേക്ക് കാട്ടുള്ളൂ. കുറച്ച് കാലങ്ങൾ കടന്നായിരിക്കും നല്ല രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഗാനം പഠിച്ചതൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അവസാനമായിരിക്കും ഒരു നല്ല രീതിയിൽ. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു ഒരു നല്ല ഗുരുവിനെ കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഗുരു ജാതകത്തിലൊക്കെ നല്ലതെന്ന് അങ്ങനെ സംഭവിക്കില്ല. ഇതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ എന്താ പറയുക, അതായത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിരുന്നാലും എന്ത് വിദ്യ പഠിപ്പിച്ചു കൊടുത്താലും അറിവ് കൊടുത്താലും നല്ലതായിട്ട് നന്നായി വരുമെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ഗുരുവായിട്ട് കാണാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ 2, 6, 10, 11 അങ്ങനെ ലഗ്നം വഴി നോക്കുമ്പോൾ 2, 6, 10, 15 ലക്ഷമുള്ളവരാണ് ഉപജീവന മാർഗമായിട്ട് കരുതുന്നത്. അതേസമയം ലഗ്നാധിപതിക്കോ അല്ലെങ്കിൽ ലഗ്നാധിപതിയുടെ നക്ഷത്രത്തിലോ ലഗ്നം നോക്കുന്നതൊക്കെ ആണെങ്കിൽ ആരും അങ്ങനെ പഠിക്കും ശരിയായിട്ട് അവർക്കതൊരു ലാഭം സമ്പാദിക്കാം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഈ രണ്ടെണ്ണം വരുമാനം 6 ജോലി 10 തൊഴിൽ എന്നുള്ളത് അപ്പോൾ അതിനുള്ള ലാഭം ഇതുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ വലിയ യുക്തിയോ അതായത് ജീവിക്കുന്നതോ ജീവിതത്തിന്റെ കാലിൽ നിൽക്കുന്ന അധിപതികളോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു മേഖലയിലെ മാറ്റം വേണം. അങ്ങനെ വരുന്നതിന് എന്താ പറയുക പണം അതായത് ഉപജീവനം അത് വരുമാന മാർഗമായിട്ട് ഏതാണ് ചെയ്യുന്നത് ജോലികൾ ചെയ്യുന്നത് അതിന് സമാനമായി ചെയ്യുന്ന പോലെ ഉള്ളതൊന്നും പറയാം. നമ്മൾ എല്ലാവരെയും വീടുകളിലെല്ലാം മാത്രം വഴിയാണ് ചെയ്യാതെ തന്നെ എല്ലാം മറ്റുള്ളവർ കാണിച്ചു താല്പര്യം കാണിക്കുക. പക്ഷേ ലഗ്നത്തിലെ വീടുന്നാലും ലഗ്നാധിപതിയോടൊപ്പം വീടുന്നാലും അല്ലെങ്കിൽ വീടിന്റെ നക്ഷത്ര പാത്രത്തിൽ നിന്നാലും ഇത് നോക്കിയാലും ലഗ്നത്തിന് ലഗ്നാധിപതിക്ക് വീട് നോക്കിയാൽ ഉണ്ടെങ്കിൽ ഇവർക്ക് പണം വന്ന് ചേരുന്നവർ എങ്ങനെയെങ്കിലും അവർക്ക് വലിയ പണം വന്നിരിക്കും. കാരണം വീട് വന്നവരെ ഏറ്റവും കൂടുതൽ പണമാണ് പറയുന്നത്. ബാങ്കിൽ റിസർവ് ബാങ്കിലായിരുന്നു നടക്കുമുള്ള മാസം നമുക്ക് വീട് പറയാം ഡോക്ടർ എല്ലാം നമുക്ക് വീടിനെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ പണം വീടിനെ പറയാം. അതുകൊണ്ട് ആ വീടിന്റെ ഒരു ബന്ധം വരുന്നത് ഇവർക്ക് എപ്പോഴും ഒരു പണമില്ലാതെ ഒരു പണം കടയിലുണ്ടാകും. അവർ ഫ്രീ ആയിട്ട് എന്ത് ചെയ്താലും അത് ഡോക്ടർ വെച്ചിട്ട് പണം എല്ലാ കാഴ്ചയായിട്ടൊന്നും കയ്യിലില്ല എന്നുള്ള ആവശ്യം കൊടുക്കാമെങ്കിൽ അത്രയും ഘടന വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും ഉണ്ടാവുന്നത് സ്കൂളിലായാലും സ്കൂളിൻ്റെ ഇങ്ങനെ പറയില്ലേ അവർക്ക് പണം ഉണ്ടാക്കാൻ എങ്ങനെയെങ്കിലും അവർ കാണുകയും ഗുരുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രശസ്തി ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് എന്താഭാവം മനുഷ്യഭാവം ഇപ്പം നമ്മൾ നോക്കാറുണ്ട്. ഈ കുഞ്ഞിന് ഒരു ജാതകത്തിൽ കുഞ്ഞിൻ്റെ ഭാവം ഭാവം നോക്കുമ്പോൾ 5-ാം ഭാവം 5-ാം മതിയിൽ 9-ാം ഭാവം 9-ാം മതിയിൽ പിന്നെ പല രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 9-ാം ഭാവം പോലും ഭാഗ്യവും നമ്മുടെ ദൈവാധീനം നമുക്ക് അപ്പം നമ്മൾ പൊതുവെ നമ്മൾ ദൈവവും കുട്ടികളും പോകുന്നത് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ആ ഭാവം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ ഭാവത്തിലും 9-ാം ഭാവം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവാധീനമുണ്ടോ നമുക്ക് ഭാഗ്യമുണ്ടോ അതുപോലെ കിട്ടാനുള്ള ഭാഗ്യമുണ്ടോ എല്ലാം നോക്കുമ്പോഴും ഓരോന്നിനും നമ്മുടെ ലക്ഷ്യത്തിലുള്ള 2-ാം വീട്ടിലോ 1-ാം വീട്ടിലോ അതിലേക്ക് മാറില്ല. ആ മാറി നിൽക്കുമ്പോൾ അതിൻ്റെ വരും അങ്ങനെ നോക്കാതെ ഒന്ന് ശ്രമിക്കുക. ഇതൊക്കെ ഒന്ന് രണ്ട് വീട്ടിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പം നമുക്ക് ഇതിനൊക്കെ ഏതൊക്കെ ഭാഗ്യമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടും. അതിന്